താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. 96 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്ന അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നിക്ഷേപം നടത്തിയവർ അങ്കമാലിയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. പ്രതിഷേധ ധർണ സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ യഥാർത്ഥത്തിൽ സഹകരണ മേഖലയിൽ വലിയ അരാജകത്വമുണ്ട്. ആരൊക്കെ എങ്ങനെയൊക്കെ മുഖ്യമന്ത്രിയോ ആരെന്തൊക്കെ ഉറപ്പ് കൊടുത്താലും എനിക്ക് തോന്നുന്നില്ല സഹകരണ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസം തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അതിന് കാരണം ഈ സംവിധാനത്തിൽ നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ നിയമ സംവിധാനം ഇപ്പൊ ഇവിടെ തന്നെ പറഞ്ഞു 17 ലക്ഷം രൂപ കൂടുതൽ ഓഡിറ്റിങ്ങിന് കൊടുക്കും. ബാക്കി ഇപ്പോൾ വീട്ടിൽ പോകണോ അല്ലെങ്കിൽ മെമ്പർമാരൊക്കെ നിൽക്കട്ടെ. ഈ ഓഡിറ്റർമാർ, ഞാൻ സഹകരണ ഓഡിറ്റ് 5 വർഷം ഫേസ് ചെയ്തിട്ടുള്ളതാണ് സെക്രട്ടറി എന്നുള്ളത്. ഒരു വൗച്ചർ ഇല്ലെങ്കിൽ അതിന് ബാക്കിൽ ഡോക്യുമെന്റ് ഇല്ലെങ്കിൽ സെക്രട്ടറി പിടിച്ചു വരുന്നു. എന്താ 50 രൂപ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് പിടിച്ചു വരുത്തുന്ന ഒരു സംവിധാനമാണ് സഹകരണ ഓഡിറ്റ്. ആ ഓഡിറ്റ് ഇല്ല എങ്കിൽ നമുക്ക് അതിന്റെ മറ്റിടപാടുകൾ ഇപ്പോൾ കേരള ബാങ്കുമായി ബന്ധപ്പെട്ട് മറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട് ഓരോ വാർഷിക ഓഡിറ്റ് അതിന്റെ റിപ്പോർട്ട് കൊടുക്കണം എന്ന് നിർബന്ധമാണ്. എന്തുകൊണ്ട് 2018 മുതൽ 17-18 മുതൽ ഈ ബാങ്കിൽ കൃത്യമായൊരു ഓഡിറ്റിംഗ് നടത്തില്ല? നേരത്തെ ഒരു അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ പേരൊക്കെ പറഞ്ഞു. പേരൊന്നും ആരും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം എനിക്ക് നേരിട്ട് അറിയില്ല. കർത്താവോ മാതാവോ വരെ. അപ്പോ പേരൊന്നും എനിക്ക് വിഷയമല്ല. എന്തുകൊണ്ട് ഇത്രയും വലിയ, ഇപ്പോ ഇവിടെ പറഞ്ഞ തട്ടിപ്പുകളുടെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. ആധാരത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി വെച്ച് ലോൺ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട, അത് മാത്രം മതി ഒരു സഹകരണ സംഘത്തിന്റെ ക്യാൻസൽ ചെയ്യാൻ. വേറെ ഒന്നും വേണ്ട. ഇപ്പോ ഒറ്റപ്പാലം അർബൻ ബാങ്കിൽ നിങ്ങൾക്ക് വാർത്ത കാണുന്നുണ്ടെന്ന് തോന്നുന്നു. മുക്കുപണ്ടം വെച്ച് 18 കോടി രൂപ അടിച്ചു, 18 കോടി രൂപ അടിച്ചു മുക്കുപണ്ടം വെച്ച്. സംഘത്തിൽ അനധികൃതമായി വ്യാജരേഖ ചമച്ച് വായ്പയെടുത്തവരെ അറസ്റ്റ് ചെയ്യുക, ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുക, കുടിശ്ശിക തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ സഹകരണ വകുപ്പ് സ്വീകരിക്കുക, വ്യാജ ലോണുകൾ തരപ്പെടുത്തി കോടികൾ അടിച്ചു കൊണ്ടുപോയവരുടെ പേരിൽ നടപടി സ്വീകരിക്കാൻ സഹകരണ വകുപ്പും പോലീസും തയ്യാറാകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തിയത്. അങ്കമാലി ജംഗ്ഷനിലെ പഴയ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സംഗമത്തിൽ സംരക്ഷണ സമിതി പ്രസിഡന്റ് PA തോമസ് അധ്യക്ഷത വഹിച്ചു. നമ്മൾ തന്നെ ചിലരിപ്പം മരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം റീത്ത് വെക്കാൻ പോയ ഒരാള്, ഞാൻ ആ ശരീരത്തിൽ നോക്കി, ആ മൃതശരീരത്തിൽ നോക്കി എന്റെ മനസ്സിലൂടെ അനേകം കാര്യങ്ങൾ കടന്നുപോയി. വീട്ടിൽ പോളിന്റെ പടിക്ക് സമരം ചെയ്യുമ്പോൾ, ഇതുപോലെ ദിവസം സമരം ചെയ്യുമ്പോൾ കാലത്ത് മഴ, ഉച്ചയ്ക്ക് വെയിൽ, അവിടെ വെയിലായിരുന്നു. ആ സമരത്തിലുണ്ടായിരുന്ന ആ സഹോദരനാണ് അത് മൃതശരീരനായി കാല് കെട്ടി ഇങ്ങനെ കിടക്കാണ്. ഹവാറി തോമസ് ചേട്ടൻ ഒന്നും പറയാൻ പറ്റുന്നില്ല, അങ്ങോട്ട് തിരിച്ചും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ 2-3 പേര് മരിച്ചു. നമ്മളിൽ പലരും മരിച്ചു പോയി എന്നിരിക്കും. പക്ഷേ എല്ലാവരും ഒരുമിച്ചുണ്ടാവില്ലല്ലോ. ഒരുമിച്ച് ശേഷിക്കുന്ന ആളുകൾ നിലനിൽക്കുന്നിടത്തോളം കാലം, അർബൻ നിക്ഷേപക സമിതി നിലനിൽക്കുന്നിടത്തോളം കാലം ഈ കള്ളവർഗത്തിനെതിരെയുള്ള സമരം ഞങ്ങൾ തളർച്ചയില്ലാതെ തുടരുമെന്നും സമഗ്രത സമാനതകളില്ലാതെ നടത്തിയ ഈ കൊള്ളവയ്പ്പിന് അങ്കമാലി ഒരു മാർഗദർശിയായി മാറുമെന്നും ഞങ്ങൾ ഉറപ്പു തരികയാണ്. ഭാരവാഹികളായ CP സെബാസ്റ്റ്യൻ, ഡോണി പോൾ, അഡ്വക്കേറ്റ് ചാർലി പോൾ, TK ചെറിയാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർവേൾഡ്, CVR ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.